ഈ പകൽ വന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വിധിയിലുണ്ട്. നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അജിൻ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതി നൽകിയ മൊഴി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേസിലെ പ്രധാന തെളിവായി. കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാവിധി. പ്രതി IPC 341 302 പ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുവകളിൽ നിന്ന് ഈടാക്കാവുന്നു. ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. തീർച്ചയായും വിധിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സിൻസിയറായ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ കേസ് നടത്തിയ പ്രോസിക്യൂട്ടർക്കും ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും മികച്ച അന്വേഷണമായിരുന്നു. ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെയാണ് ഏറ്റവും കൂടുതൽ കോടതി അഭിനന്ദിച്ചിട്ടുള്ളത്. ഇന്നത്തെ പത്തനംതിട്ട SP ജയദേവ സാർ, DSP ഉമേഷ് സാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഗോകുമാറിന്റെ അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നിന്ന് കണ്ടെത്തിയ തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ. ആ തെളിവിന് വളരെ കൃത്യമായും ഹരിശങ്കർ പ്രസാദ് സാറ് കോടതിയിൽ എത്തിച്ചു. അതുവഴി ഇരയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കാൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. 2019 മാർച്ച് 12-നാണ് തിരുവല്ല നഗരത്തിൽ വെച്ച് കവിയൂർ സ്വദേശിനിയായ കവിതയെ അജിൻ റജി മാത്യു തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനായിരുന്നു കൊലപാതകം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഏറെ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. കവിതയുടെ കൊലക്കേസിൽ 6 വർഷത്തിന് ശേഷം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് പരമാവധി ശിക്ഷ നൽകണമെന്നാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ പ്രായത്തിൻ്റെയൊക്കെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലേ കോടതിയിൽ നിന്ന് വിധി വന്നത്. ഈ വിധിയിൽ, കോടതിയിൽ നിന്നുള്ള ഈ ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും തൃപ്തരാണോ? ടോം സൂചിപ്പിച്ച പോലെ തന്നെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും തൃപ്തരാണ്, വിധിയിൽ തൃപ്തരാണ്. പക്ഷേ നിലവിൽ ഈ പ്രതിയുടെ പ്രായം ഉള്ള പ്രശ്നമാണ് ഈ ഇത്തരത്തിൽ ജീവപര്യത്തിലേക്ക് ചുരുക്കാനുള്ള കാരണം. ഒരു പക്ഷേ വധശിക്ഷയാണ് പ്രോസിക്യൂഷനും ഒപ്പം വീട്ടുകാരും ഒക്കെ ആഗ്രഹിച്ചത്. പക്ഷെ പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് അത് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിട്ടുള്ളത്. നിലവിൽ 2019-ലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നത്. 2019 മാർച്ച് 12-നാണ് അയിരൂർ സ്വദേശിയായ കവിത ഈ പ്രതി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം നിരസിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. എന്തായാലും മികച്ചൊരു അന്വേഷണം എന്തായാലും ഇത് സംബന്ധിച്ച് നടത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവല്ല SHO ആയിരുന്ന സന്തോഷാണ്, PR സന്തോഷാണ് ഈ കേസ് അന്വേഷിച്ചത്. കൃത്യമായ അന്വേഷണം നടത്തുകയും സാക്ഷികളെ കോടതിയിൽ സാക്ഷി മൊഴികളും അതുപോലെ തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഹാജരാക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ഇതെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പ്രതിക്ക് അർഹമായൊരു ശിക്ഷ, ഈ പറയുന്ന ജീവപര്യന്തം തടവും ഒപ്പം 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ആ തുക മാതാപിതാക്കൾക്ക് മറ്റ് സ്വത്തുവകൾ പ്രതിയുടെ സ്വത്തുവകൾ കണ്ടെത്തി നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശവാസികളായ നാട്ടുകാരും ഒക്കെ ഇത് ആഗ്രഹിച്ചിരുന്നു. ആ തരത്തിലേക്ക് ഒരു വിധിയിലേക്ക് ഇത് വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇന്ന് ശിക്ഷ വിധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 43 സാക്ഷികളെയും ഒപ്പം 93 രേഖകളും ഈ കോടതിയിൽ ഹാജരാക്കി, പ്രോസിക്യൂഷൻ ഹാജരാക്കി 80 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇപ്പം വിധിയിൽ തൃപ്തരാണ് എന്ന മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അജിൻ നേരത്തെ ഇവർ തമ്മിൽ ഒന്നിച്ച ഒരു ക്ലാസ്സിലാണ് ഈ കവിതയും ഈ അജിനും നേരത്തെ പഠിച്ചിരുന്നത്. നിരന്തരം ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ പ്രണയത്തിൽ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിരസിച്ച ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള കൊലപാതകം നടത്താനുള്ള ഒരു കാരണമുണ്ടായത്. പകൽ സമയത്ത് ഈ 2019 മാർച്ച് 12-ന് പകൽ സമയത്താണ് 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൃത്യം
പ്രതി നടത്തുന്നത്. പെട്രോൾ പമ്പിൽ നിന്നും ഈ പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആ തീ കൊളുത്തിയ ശേഷം ഗുരുതരമായി പരിക്കേൽക്ക കവിതയെ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് ചികിത്സയുടെ 2 ദിവസം കഴിഞ്ഞാണ് കവിത മരിക്കുന്നത്. കവിതയുടെ മരണമൊഴിയും ഈ കേസിൽ നിർണായകമായി, സാക്ഷികളുടെ മൊഴികൾ നിർണായകമായി, ശാസ്ത്രീയ തെളിവുകൾ പെട്രോൾ പമ്പിൽ നിന്നും ഇതുപോലെ പെട്രോൾ വാങ്ങിക്കൊണ്ട് പോയതും ഒപ്പം ഈ ATM കാർഡ് ടൈപ്പ് ചെയ്ത രേഖകൾ, അങ്ങനെ എല്ലാ തരത്തിലും പ്രതിക്ക് എതിരായുള്ള തെളിവുകളെല്ലാം തന്നെ കൃത്യമായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു ശിക്ഷ പ്രതിക്ക് ലഭിക്കാൻ കാരണമായത്. പ്രായം കൊണ്ടാണ് ഒരു പക്ഷേ ഈ ജീവപര്യന്തമാക്കി മാത്രം ചുരുക്കിയത്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പ്രായത്തിന്റെ അല്ലാതെ മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വധശിക്ഷ വരെ ലഭിക്കാത്ത തരത്തിലേക്കുള്ള കുറ്റപദ്ധതിയുടെ അന്വേഷണം അത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകളെല്ലാം കൃത്യമായി അവതരിപ്പിക്കാനും പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിധിയിൽ ഈ കുടുംബം കൃത്യമാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതിനകത്ത് എന്തായാലും ഇതിന് ശേഷം പുറത്തു വന്നപ്പോൾ ഈ വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് അന്വേഷണ മികവിനെ കുറിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ. കാരണം എല്ലാ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു, പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ കേസും അതോടൊപ്പം അന്വേഷണത്തിൻ്റെയും ഒരു നാൾ വഴികളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഏറെ പ്രമാദമായൊരു കേസ്, ഒരു പെൺകുട്ടിയെ നഗരത്തിൽ വെച്ച് പൊതുനിരത്തിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. ഇതെങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്? സൂചിപ്പിച്ചത് പ്രധാനമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ കേസിന്റെ നാൾവഴിയിൽ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് 2019 ഈ സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടാൻ ലഭിക്കാൻ വളരെ കുറവായിരുന്നു. ഒപ്പം സാക്ഷികളും പെട്ടെന്ന് തന്നെ സാക്ഷികൾ മൊഴി പറയാനൊക്കെ ആദ്യഘട്ടത്തിലേക്ക് മടക്കിയിരുന്നു. പക്ഷേ അന്വേഷണത്തിന്റെ മികവ് കൊണ്ട് തന്നെ ഇത് കൃത്യമായി തന്നെ ഇതെല്ലാം രേഖപ്പെടുത്താനും ഇതെല്ലാം സാക്ഷി മൊഴികളെല്ലാം കൃത്യമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഒരു പ്രശംസയും അദ്ദേഹത്തിന് ഈ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണ മികവിനെ കോടതി പ്രശംസിക്കുകയും ചെയ്തു. കാരണം സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ തെളിവുകളെല്ലാം അത് ഹാജരാക്കാൻ കഴിഞ്ഞു. നേരത്തെ പ്രസ്തുതിച്ച പോലെയാണ് മൊഴികൾ നൽകുന്നതിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ ആദ്യഘട്ടത്തിലേക്ക് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ പലർക്കും വൈമുഖ്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള നിയമത്തിന്റെ നൂലാമാലകളൊക്കെ ഉപയോഗിച്ചാണ് അത്തരത്തിൽ ആൾക്കാരൊക്കെ മാറുകയൊക്കെ ചെയ്തത്. പക്ഷേ പിന്നീട് ഉള്ള പോലീസിന്റെ കൃത്യമായ അന്വേഷണ ഇടപെടലിനും കൂടി തന്നെ 43 സാക്ഷികൾ കോടതിയിൽ ഹാജരാക്കിയ 43 പേരും കൃത്യമായി ഈ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. രേഖകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട 93 രേഖകളാണ് ഹാജരാക്കിയത്. അതെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഈ കേസ് കൃത്യമായി അർഹിക്കുന്നത്. ശിക്ഷ ഇരക്ക് നീതി ലഭിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് വരാൻ കാരണം അത് പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും ഒരു ശിക്ഷ ലഭിക്കാനുള്ള കാരണമുണ്ടായെന്നാണ് എന്തായാലും വ്യക്തമാക്കിയുള്ളത്. കോടതിയും എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രശംസിക്കുന്ന തരത്തിലാണ് വിധിയിൽ ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങളുമായി ശശിധരനാണ് ചേർന്നത്.